നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇന്ന് നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് 1 കപ്പ് കടല വേവിച്ചത്, 1/2 കപ്പ് കടല വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കിയത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യമായിട്ടുള്ളത് കറിവേപ്പില, 1 തൊണ്ടൻ മുളക്, 1/2 തക്കാളി, പാൻ 1 സവാള. പാൻ ചൂടാകുമ്പോൾ കടുകിടുക. അതിനുശേഷം കറിവേപ്പില, പിന്നെ സവാളയും ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വേണ്ടി വരുമ്പോൾ മുളകും തക്കാളിയും ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കടല പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, പിന്നെ ലാസ്റ്റ് ചിക്കൻ മസാല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല മിക്സ് ചെയ്യുക. നമ്മൾ കടല വേവിച്ചപ്പോൾ കുക്കറിൽ ബാക്കി വന്ന വെള്ളം ഉണ്ടാവുമല്ലോ, അതൊരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല തിളച്ച വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ നന്നായി കുറുകി വരും. തിക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂട് വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് വരും. എന്നിട്ട് വെയിറ്റ് ചെയ്യാം ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ കടല റെഡിയാവും. എല്ലാവരും കണ്ടല്ലോ എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ടേസ്റ്റി കടലക്കറി ഉണ്ടാക്കിയതെന്ന്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. താങ്ക് യു.